ലെവിക്കുട്ടിന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ കൂടിയ ഒരാളാണ് മറവി. അതുകൊണ്ട് ABC കാർഗോ ആൻഡ് കൊറിയറിന്റെ ഓരോ പാക്കിംഗ് കഴിയുമ്പോഴും മറക്കാതെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഏതൊക്കെ ബോക്സിലെന്ന്. നമ്മളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യുന്നത് ലെവിക്കുട്ടിന്റെ ടോയ്സ് അടക്കം അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കമ്പനി അക്കോമഡേഷന്റെ ഹോട്ടലിലായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളത്, അതായത് പ്രത്യേകിച്ച് അച്ചുവിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് പാക്ക് ചെയ്യുന്നത്. നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് അച്ചു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓഫീസ് ബിസിനസ് ബേ ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ അവർ അവിടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലെവിക്കുട്ടിന്റെ നഴ്സറി നമ്മൾ അവിടെ തന്നെയാണ് 2 നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോഴേ അവിടെ അഡ്മിഷൻ കിട്ടാനും വഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു വർക്ക് വിസയിലാണ് ഇപ്പോൾ പോകുന്നത്, ഞങ്ങൾ വിസിറ്റിംഗ് വിസയിലും. അച്ചുവിന് എമിറേറ്റ്സ് ID കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഡിപെൻഡന്റ് വിസ കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ചിലപ്പോൾ നഴ്സറി ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അറിയത്തില്ല, ലെവിക്കുട്ടൻ 2 ഇയേഴ്സ് ആകാൻ പോകുന്നതേ ഉള്ളൂ നെക്സ്റ്റ് മന്ത് 22nd. ഒരുപാട് നേരം കുഞ്ഞു ഹോട്ടലിലൊക്കെ ഇരിക്കാൻ നേരത്തെ ബോറടിക്കുന്നു കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നഴ്സറി തന്നെ സെർച്ച് ചെയ്തത്. അപ്പോൾ ABC കാർഗോ ആൻഡ് കൊറിയറിന്റെ പാക്കിംഗ് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ദുബായ് ടു UK ABC കാർഗോ ആൻഡ് കൊറിയർ ഡെലിവറി ടൈം പറഞ്ഞിരിക്കുന്നത് 4 to 5 days ആണ്. നമ്മൾ ചെല്ലുന്നതിന്റെ ഒരു 2 days കഴിഞ്ഞതിന് ശേഷം ഡെലിവറി ചെയ്താൽ മതി എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. 25 ബ്രാഞ്ചസ് ആണ് കേട്ടോ ഇവർക്ക് ദുബായിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൊറിയർ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ABC കാർഗോ ആൻഡ് കൊറിയറിനെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലെവിക്കുട്ടൻ ഇവരുടെ കൂടെ പോയാക്കോളാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ ഹബീബി, ഇനി ദുബായിൽ നമുക്ക് ABC കാർഗോ ആൻഡ് കൊറിയറിനെ കാണാം. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.